പരിചയപ്പെടുത്തൽ വേണ്ടാത്ത കോൺഗ്രസിൻ്റെ മുഖമാണ് എം ലിജു. ലിജേട്ട വീണ്ടും ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഇത്തവണ കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുമെന്ന ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കെല്ലാവർക്കും ഉള്ളത്. അതോടൊപ്പം ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഇത്തവണ കായംകുളത്ത് മത്സരിക്കാൻ അവസരം ലഭിച്ച എനിക്ക് വലിയ വിജയം നേടാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസമുണ്ട്. വേറെ പല മണ്ഡലങ്ങളിലായിരുന്നു ലിജേൻ്റെ പേര് കേട്ടിരുന്നത്. എനിക്ക് അമ്പലപ്പുഴ കേന്ദ്രീകരിച്ചായിരുന്നു അത് കഴിഞ്ഞ 5 വർഷം പ്രവർത്തനം നടത്തിയത് കൂടുതൽ. എങ്കിലും കേരളത്തിലെ എല്ലാ നിയോജകമണ്ഡലം പൊതു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായും ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇത്തവണ പാർട്ടി നിർദ്ദേശിച്ചത് അമ്പലപ്പുഴയിൽ പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടി പാർട്ടി നിർദ്ദേശിച്ചത് കായംകുളത്ത് മത്സരിക്കാനാണ്. കായംകുളം എനിക്ക് ഹൃദയബന്ധമുള്ള പ്രദേശമാണ്. എൻ്റെ 2016 ഞാൻ കായംകുളത്ത് ജനവിധി തേടിയിരുന്നു. അപ്പോൾ കായംകുളത്ത് വലിയ വ്യക്തിബന്ധങ്ങളുള്ള നിരവധി കുടുംബ ബന്ധങ്ങളുണ്ട്. രാഷ്ട്രീയ ബന്ധവും സ്നേഹബന്ധവും വലിയ തോതിലുണ്ട്. കായംകുളം കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലമായി CPM ആണ് വിജയിക്കുന്നത്. ഇത്തവണ തീർച്ചയായിട്ടും അതിനൊരു മാറ്റമുണ്ടാക്കുവാൻ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് സാധിക്കും എന്ന ഉറച്ച വിശ്വാസമാണുള്ളത്. കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ നേതാവ് കൂടിയാണ്. ഈ ഒരു അനുകൂലമായ സാഹചര്യം കുറച്ചൊന്നും മോശമായിട്ടുണ്ടോ? ഈ തർക്കങ്ങളും വൈകലും ഒക്കെ ആയിട്ട് അങ്ങനെയൊന്നുമില്ല. ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ എല്ലാ തവണയും സംവാദങ്ങൾ, ചർച്ചകൾ ഉണ്ടാകാറുണ്ട്. കാരണം അതൊരു ജനാധിപത്യ പാർട്ടിയാണ് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ CPM-മായി താരതമ്യം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? CPM-നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ശ്രീ G. സുധാകരൻ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുന്നു. CPM-ൻ്റെ ഏറ്റവും സമുന്നത നേതാവാണ്. കണ്ണൂരിലെ പാർട്ടിയുടെ പ്രമുഖ നേതാവ് ശ്രീ TK ഗോവിന്ദൻ മത്സരിക്കുന്നു. PK ശശി മുൻ MLA മത്സരിക്കുന്നു. അതോടൊപ്പം സുരേഷ് CPM നേതാവായിരുന്ന ശ്രീ VS അച്യുതാനന്ദൻ്റെ സന്തത സഹചാരിയായിരുന്ന സുരേഷ് മത്സരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ചില സ്ഥാനാർത്ഥിത്വമാവുമ്പോൾ ചില ചർച്ചകളുണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. പക്ഷേ വലിയ വിജയം ഐക്യജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകും എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു. വളരെ സന്തോഷം.